ഹലോ ഗൈസ്, ഇന്ന് മഴയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അതൊക്കെ സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് വിട്ടു. അവിടെ നിന്ന് അവനെയും കൂട്ടി നേരെ അക്ഷയൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ അക്ഷയൻ്റെ വീട്ടിലേക്ക് തിരിയുന്ന വഴിയിലെത്തിയപ്പോഴാണ് അവിടെ മൊത്തം വെള്ളം കയറി കിടക്കുന്നത് കണ്ട്. പിന്നെ വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് പോകാൻ മടിച്ച് ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അക്ഷയനെ താഴത്തേക്കും വിളിച്ചു. അവിടെ നിൽക്കുമ്പോഴാണ് കുറേ കുട്ടികൾ വെള്ളത്തിലേക്ക് കളിക്കുന്നത് കണ്ട്. അപ്പോഴാണ് സിദ്ധാർത്ഥ് പറഞ്ഞു, ഇതൊക്കെയാണ് മോനെ ലൈഫ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് ആ പ്രായം കഴിഞ്ഞു പോയല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അക്ഷയം താഴത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ചായക്കടയിൽ കയറി ഓരോ ചിക്കൻ റോളും ചായയൊക്കെ കുടിച്ചു. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭീമൻ വിളിച്ചത് അവൻ്റെ വീട്ടിലേക്ക് വെള്ളം കയറുന്നുണ്ട്, പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ നേരെ വണ്ടിയൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് വിട്ടു. അങ്ങനെ അവൻ്റെ വീട്ടിലെത്തിയപ്പോൾ ആ വെള്ളത്തിന് ഇത്രയും ഭീകരമായ മറ്റൊരു മുഖം കൂടി ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇവൻ്റെ മാത്രമല്ല, ഈ ഭാഗത്തുള്ള എല്ലാ വീട്ടുകാരുടെ അവസ്ഥയും വളരെ സീൻ തന്നെയാണ്. എല്ലാവരും സാധനങ്ങളൊക്കെ ഉയരത്തിലേക്ക് മാറ്റി വെച്ച് ഇവിടുന്ന് പെട്ടെന്ന് മാറാനുള്ള പരിപാടിയാണ്, കാരണം വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭീമൻ പിന്നെ വീട്ടിലേക്ക് വെള്ളം കയറി തുടങ്ങിയപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെത്തിയപ്പോഴത്തേക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം കാര്യമായിട്ടുള്ളൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുക എന്നുള്ളതാണ്. കാരണം സെക്കൻഡൊക്കെ അനുസരിച്ച് വെള്ളം കൂടി വരിക. അപ്പോൾ ഇവിടുന്ന് ഇപ്പോഴെങ്കിലും പോയില്ലെങ്കിൽ പിന്നെ പുറത്ത് കിടക്കാന്നുള്ള കാര്യം ഭയങ്കര സീനാവും. രാത്രിയും കൂടി ആയി പിന്നെ പറയേണ്ടി വരില്ല കാര്യം. ഇവൻ്റെ വീട്ടിലേക്ക് വരാനുള്ള വഴി മൊത്തം വെള്ളത്തിൽ മുങ്ങി. ഏകദേശം ഒരാളെ ഹൈറ്റിൽ ഇപ്പം വെള്ളമുണ്ട് അവിടെ. ഇനി പുറത്തേക്ക് കിടക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഇവൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള 2 വീടിൻ്റെ മുറ്റത്തു കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു കാടെത്തും. ആ കാട് വഴി പുറത്തേക്ക് പോയാൽ ചിലവൂരെത്താം. പക്ഷേ ആ കാട്ടിനുള്ളിൽ കൂടെ ഇരുടായിൻ്റെ പോകുന്ന കാര്യം കുറച്ച് ടാസ്ക്കാണ്. ഇവിടെയുള്ള കിണറൊക്കെ വല കൊണ്ട് കംപ്ലീറ്റ് മൂടിയിട്ടിരിക്കുക. കാരണം വെള്ളം എത്ര ഉയരത്തിൽ വരുന്നു പറയാൻ പറ്റില്ല. കിണറിനെക്കാട്ട് ഉയരത്തിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഉള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ കിണറ്റിലേക്ക് പോകും. അതുകൊണ്ട് കഴിയുന്നത്ര സേഫ് ആക്കാൻ വേണ്ടി നെറ്റൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു അളവ് വെച്ച് നോക്കുകയാണെങ്കിൽ കിണറിനെക്കാട്ട് ഉയരത്തിൽ വെള്ളം വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്തായാലും നല്ല 8ൻ്റെ പണിയെ കിട്ടി. ഇപ്പം കയറിയ വെള്ളമൊക്കെ വലിയാണെങ്കിൽ മിനിമം 2-3 ദിവസം പിടിക്കും. അത് കഴിഞ്ഞ് ഇവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ കിണറും കാര്യമൊക്കെ വൃത്തിയാക്കണം, വീടിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കണം. വീടിൻ്റെ ഉള്ളിലൊക്കെ മൊത്തം ചളിയായിരിക്കും. ചളിയും വെള്ളമൊക്കെ കോരി ഒഴിവാക്കി മുകളിലേക്ക് കയറ്റി വെച്ച സാധനങ്ങളൊക്കെ വീടിൻ്റെ താഴത്തിറക്കണം. ഒരുപാട് പണികളുണ്ട്. അങ്ങനെ അധികം ലേറ്റാക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഭീമനും അച്ഛനും അമ്മയൊക്കെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയി. ഞാനും സിദ്ധാർത്ഥും പിന്നെ നേരെ ഏലക്കായിൽ വന്ന് ഓരോ ചായയൊക്കെ കുടിച്ച് അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് പോയി.